ഹായ് ഓൾ. MSW032 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. അപ്പോൾ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സ്. റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സ്. അതിൻ്റെ അർത്ഥം, പ്രിസണിൽ ഒരുപാട് പ്രിസണേഴ്സ് ഉണ്ട്. അവർ പല കാറ്റഗറിയിൽപ്പെട്ടവരായിരിക്കും. ഒന്ന് അണ്ടർ ട്രയലിലുള്ളവരുണ്ട്, വിമൻ പ്രിസണേഴ്സ് ഉണ്ട്, യങ് വിമൻ പ്രിസണേഴ്സ് ഉണ്ട്, യങ് പ്രിസണേഴ്സ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ് ഉണ്ട്, അതുപോലെ കൺവിക്സ് ഉണ്ട്, അതായത് പിന്നെ ഹാർഡ് ക്രിമിനൽസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്രിമിനൽസ് ഉണ്ട്. ഇവരെല്ലാവരും പ്രിസണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും ഇവർ പല കാറ്റഗറിയിലുള്ള ആളുകളാണ്. അപ്പം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട റൈറ്റുകളും പെണ്ണുങ്ങളായിട്ടുള്ള, അതായത് വിമൻ പ്രിസണേഴ്സിന് വേറെ തരത്തിലുള്ള റൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമായിട്ടുള്ളത് അവരുടെ ഫിസിക്കൽ നീഡ്സ് വേറെയാണ്, മെൻ്റൽ നീഡ്സ് വേറെയാണ്. അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഒഫൻഡേഴ്സ്, ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്, യങ് ഫീമെയിൽ ഒഫൻഡേഴ്സ്, ഇവർക്കൊക്കെ കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ ആവശ്യമാണ്. അവരൊക്കെ അബദ്ധത്തിന് പുറത്തായിരിക്കും ആദ്യം ചെയ്തത്. അവർക്ക് പെട്ടെന്ന് റിഫോർമേറ്റീവ് പണിഷ്മെൻറ്റ് തിയറി വർക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ ഫിസിക്കൽ നീഡ്സിനപ്പുറം അവരുടെ ആസ്പിറേഷണൽ നീഡ്സ്, അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സ്, അവർക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനും പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ നല്ലൊരു മെമ്പറായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം കൊടുക്കുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ, അങ്ങനെയുള്ള റൈറ്റ്സും കൂടെ നടപ്പാക്കാൻ തുടങ്ങി. അതാണ് റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തേത് ഫ്രീഡം ഫ്രം ഫിസിക്കൽ റിസ്ട്രെയിൻസ് എന്നതാണ്. ഇവിടെ റിസ്ട്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലങ്ങുകൾ, കയ്യിലും കാലിലുമൊക്കെയുള്ള വിലങ്ങ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ള ഇത്തരത്തിലുള്ള റെസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സാഡിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന് എതിരുമാണ്. ഭയങ്കര മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്രത്തോളം ഹാംഫുൾ ആയിട്ടുള്ള പ്രിസണേഴ്സിന് മാത്രമേ ആ രീതിയിൽ തടവറയിൽ വെക്കേണ്ടതായിട്ടുള്ളൂ. അവരുടെ പേഴ്സണൽ മൂവ്മെൻറ്റ് പോലും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു സാഡിസമാണ്, റൈറ്റിന് ഹ്യൂമൻ റൈറ്റ്സിന്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സിന് എഗൻസ്റ്റ് ആണ്. അതാണ് ഫ്രീഡം ഫ്രം ഫിസിക്കൽ റെസ്ട്രെയിൻസ്. കൈവിലങ്ങുകളോ കാൽവിലങ്ങുകളോ ധരിപ്പിക്കാതെ പ്രിസണിനുള്ളിൽ പാർക്കാൻ അനുവദിക്കുക. ദ മോഡേൺ തിങ്കിങ് ഓഫ് പീനോളജി. പീനോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അവരെന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പണിഷ്മെൻറ്റ് ആൻഡ് കറക്ഷൻ ഓഫ് ക്രിമിനൽസ്. പണിഷ്മെൻറ്റിനെയും കറക്ഷൻ ഓഫ് ക്രിമിനൽസിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചാണ് പീനോളജി. അതിൻ്റെ പുതിയ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് പറയുന്നത്? The use of physical force or devices to restrict a person's movement to control behavior, prevent harm or ensure safety by physically limiting a person's movement as disrespect or derogatory to human values. അതായത് ഒരു എന്തെങ്കിലും ഒരു കൈവിലങ്ങോ കാലുവിലങ്ങുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ പറയുന്നത് എന്തായിരിക്കാം? ഒരു ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ രണ്ട് രീതിയിലാണെങ്കിൽ ഇതൊക്കെയാണ് ഒരു പ്രിവെൻഷൻ ഓഫ് ഹാം, അല്ലെങ്കിൽ എൻഷുർ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഒരാളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അയാളെ റൈറ്റ്സ് ഹനിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ റീസ്ട്രെയിൻ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതെന്താണ്? ഡിസ്റെസ്പെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസിന് എതിരാണ്. ഇനി അതിനൊരു കേസ് പറയുന്നുണ്ട്. പ്രേംശങ്കർ vs ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. സുപ്രീം കോടതിയാണ് പറഞ്ഞത് എന്താണ്? വിത്തൗട്ട് കമ്പൾസീവ് നീഡ് ടു ഫെറ്റർ. ഫെറ്റർ എന്ന് വെച്ചാൽ കൈകാൽ വിലങ്ങുകൾ അണിയിപ്പിക്കുന്നതിനെയാണ് ഫെറ്റർ എന്ന് പറയുന്നത്. അത്രയും കമ്പൾസീവ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു പേഴ്സണിന്റെ ലിംബുകൾ, കൈയും കാലുമാണ് ലിംബ്, എന്ത് ചെയ്യാൻ പാടില്ല? ഫെറ്റർ ചെയ്യാൻ പാടില്ല. അത് സാഡിസ്റ്റിക് ആണ്, ഡീമോറലൈസിങ് ആണ്. ബാക്കിയുള്ളവർക്ക് തെറ്റായിട്ടുള്ള ഒരു മോറലാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്.
ആർട്ടിക്കിൾ 14 എതിരാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫ്രീഡം ഫ്രം ഫിസിക്കൽ റെസ്ട്രെയിൻസ്. അടുത്തത് റൈറ്റ് ടു വിസിറ്റേഷൻ നീഡ്. അതെന്താണ്? ഫീമെയിലിനും മെയിലിനായിട്ടുള്ള പ്രിസണേഴ്സിനും വ്യത്യസ്തമാണ്. ഫീമെയിലിന് കൂടുതൽ ടൈം അനുവദിക്കും, കൂടുതൽ ഫ്രീക്വൻസിയിൽ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് റൂം അറേഞ്ച് ചെയ്തു. അതൊക്കെ എന്തിനാണ്? വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കാനാണ്. ഇവിടെ വിസിറ്റേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ വർക്കറോ ഫാദറോ പള്ളിയിൽ അച്ഛനോ ഒക്കെ വരാറുണ്ട്. അതെല്ലാം വിസിറ്ററിൽ വരും. എന്നാലും റിലേറ്റീവ്സും ഫ്രണ്ട്സിനെയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. റൈറ്റ് ടു വിസിറ്റേഷൻ നീഡ്. സോഷ്യൽ നീഡ് ഓഫ് പ്രിസണർ ടു മീറ്റ് ഹിസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് അറ്റ് പ്രോപ്പർ ടൈം അണ്ടർ പ്രോപ്പർ റെസ്ട്രിക്ഷൻസ്. അടുത്തത് റൈറ്റ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ. ബെയിൽ എന്താണ്? ജാമ്യത്തിൽ പോകുന്നതാണ് അല്ലേ. വലിയ കുറ്റങ്ങളൊക്കെ ഒഴിച്ച് ചെറിയ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ എന്താണ്? ശിക്ഷ അനുവദിക്കുന്നതിന് മുമ്പ് അവരെ പിടിച്ച് ജയിലിലിടാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അനുവദിക്കണം? ബെയിൽ അനുവദിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു കുറ്റം ചെയ്തു, ആ കുറ്റത്തിൻ്റെ ശിക്ഷ മാക്സിമം 2 വർഷമാണെന്നിരിക്കട്ടെ. 1 വർഷത്തിൽ കൂടുതൽ ഒരാൾ ജയിലിൽ കടക്കുന്നു എങ്കിൽ അയാൾക്ക് ബെയിൽ അനുവദിക്കാം. എന്താണ്? ആകെ 2 വർഷമാണ് മാക്സിമം ശിക്ഷ. അതിൻ്റെ പകുതിയിലും അധികം അയാൾ കിടന്നു കഴിഞ്ഞു ജയിലിൽ, വിധി വരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ബെയിൽ അനുവദിക്കാം. അതുപോലെ ബെയിൽ എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കുറേയൊക്കെ കുറച്ചു. അതെന്തിനാണ്? പെട്ടെന്ന് ബെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് കാരണം പ്രിസണിലുള്ള തിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഫണ്ടമെന്റൽ നീഡ്സ് നടക്കും. ഓക്കെ. അപ്പോൾ എന്താണ്? റൈറ്റ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ. മോർ ദാൻ 70% പ്രിസണേഴ്സ് ആർ അണ്ടർ ട്രയൽ ആൻഡ് നോട്ട് കൺവിക്റ്റഡ്. അവരൊന്നും ശിക്ഷ ലഭിച്ചു കിടക്കുന്നവരല്ല. അണ്ടർ ട്രയൽ ആയിട്ടുള്ള കേസിൽ ആൾക്കാരാണ് 70% ആളുകളും. ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്, ആദ്യമായിട്ട് ചെയ്യുന്നവർ. അതുപോലെ തന്നെ ഇൻവോൾവ് ഇൻ ടെക്നിക്കൽ ഓർ മൈനർ വയലേഷൻസ് ഓഫ് ലോ, ചെറിയ ചെറിയ വയലേഷൻസ് ആയിരിക്കും. അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻസ് ആയിരിക്കും. കാസ്റ്റ് കൊണ്ടോ ക്രീഡ് കൊണ്ടോ ക്ലാസ് കൊണ്ടോ ഒക്കെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലായിരിക്കും. അവർക്ക് വക്കീലൊന്നും കാണത്തില്ല. ചിലപ്പോൾ അവരെ എടുത്തുകൊണ്ട് ബെയിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ആസ് ഹൈ ആർ ബിയോണ്ട് ലോ ആൻഡ് എൻ്റർ ഇൻ മോസ്റ്റ് ലൈക്ലി. സെക്ഷൻ 439A ഓഫ് CRPC ഷുഡ് ബി റിലീസ്ഡ് ഓൺ ബെയിൽ. അതിലാണ് പറയുന്നത് ജയിലിൽ കിടക്കുന്ന മോർ ദാൻ ഹാഫ് പീരീഡ് ഓഫ് മാക്സിമം ഇംപ്രിസൺമെന്റിൽ കിടന്ന ഒരാളെ എന്ത് ചെയ്യണം? അണ്ടർ സെക്ഷൻ CRPC 439A 439A CRPC സെക്ഷനിന് കീഴിലാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ശിക്ഷയുടെ പകുതിയിലധികം ജയിലിൽ കിടന്ന ആളെ എന്ത് ചെയ്യണം? ബെയിലിൽ പുറത്തുവിടണം. ഫോർ ചേഞ്ച്ഡ് ഒഫൻസ് ഓഫ് ദ ഒഫൻഡർ ടു ലെസ് ക്രൗഡ് ലിബറലൈസ്ഡ് കണ്ടീഷൻസ് ഓഫ് റിലീസ് ഓൺ ബെയിൽ. ബെയിൽ പെട്ടെന്ന് നൽകാനുള്ള ലിബറലൈസ്ഡ് കണ്ടീഷൻസ് ഒക്കെ ആക്കി. അടുത്ത റൈറ്റ് ടു സ്പീഡി ട്രയൽ. ഇവിടെ എന്താണ്? വിമൻ പ്രിസണേഴ്സ്, ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്, യങ് ഒഫൻഡേഴ്സ്, ഫ്രഷ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് എന്ത് ചെയ്യുക? സ്പീഡായിട്ട് ട്രയൽ ചെയ്ത് അവരുടെ തീരുമാനം പെട്ടെന്ന് കൊടുക്കുക, വെർഡിക്റ്റ് പെട്ടെന്ന് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ക്വാളിറ്റി ക്രിമിനൽസിൻ്റെ കൂടെ കിടന്ന് ഇവരും വലിയ ക്രിമിനൽസായി മാറുന്നതിന് മുമ്പ് തന്നെ അവരെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. റൈറ്റ് ടു സ്പീഡി ട്രയൽ. സ്പീഡി ഡിസ്പോസൽ ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് കേസസ്. ആർട്ടിക്കിൾ 22 ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസ് അണ്ടർ ട്രയൽസ് ടു ഗെറ്റ് മിങ്കിൾ വിത്ത് ഹൈ ക്രിമിനൽസ്. അണ്ടർ ട്രയൽസിലുള്ള ആളുകൾ ഹൈ ക്രിമിനൽസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സ്പീഡി ട്രയൽ കൊണ്ടുവന്നത്. റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പോൾ ഒരു വക്കീലിനെ വെക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ സർക്കാർ തന്നെ വെച്ചു കൊടുക്കും. അതിനുള്ള എമൗണ്ടൊക്കെ സർക്കാർ ഫണ്ട് ചെയ്യും. അതാണ് റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. ആർട്ടിക്കിൾ 39A-യും 22(1) ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി പറയുന്നത്. സപ്പോർട്ട്സ് ലീഗൽ എയ്ഡ്സ് അവൈലബിൾ ടു പുവർ അണ്ടർ ട്രയൽ പേഴ്സൺ. റൈറ്റ് അഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ടോർച്ചർ ഇൻ പ്രിസൺ. പ്രിസണിൽ കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ട്, അതിനെതിരെയുള്ള റൈറ്റ്സ്. സുനിൽ ബത്ര vs ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് പ്രിസണേഴ്സ് ടു ബി എച്ച്ഡ് വിത്ത് ഹ്യൂമാനിറ്റി. ട്രീറ്റ് ചെയ്യണം, ഹ്യൂമാനിറ്റി വെച്ചായിരിക്കാം. പ്രിസണേഴ്സും എന്താണ്? മനുഷ്യരാണ്. അവരെയും റൈറ്റ്സ് സംരക്ഷിക്കപ്പെടണം. ആർട്ടിക്കിൾ 8 അതിൽ പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ പേഴ്സൺസ് ഫ്രം ടോർച്ചർ ആൻഡ് അതർ ക്രിവൽ, ഇൻഹ്യൂമെയിൻ ആൻഡ് ഡിസ്ഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് പൂർ ആൻഡ് ഹെൽപ്ലെസ്. ആർട്ടിക്കിൾ 21 സേവ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 8-ലും 21-ലുമാണ് പൂവറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഓഫ് വുമൺ പ്രിസണേഴ്സ്. 3% ഓഫ് ടോട്ടൽ പ്രിസണേഴ്സ് സ്പെഷ്യൽ റൈറ്റ്സ് ഫോർ
മൊത്തം പ്രിസണേഴ്സിന്റെ 3% അതിൽ താഴെ മാത്രമേ വിമൻ പ്രിസണേഴ്സ് ഉള്ളൂ. അപ്പോൾ അവരൊരു മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സ് ഒന്നും അംഗീകരിക്കാതെ വരും. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരുടെ ആസ്പിറേഷണൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ആവുന്നത്. ഇവിടെ അവർക്ക് ചൈൽഡ് ബർത്ത് നടക്കുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ പ്രീനേറ്റൽ കെയർ, പോസ്റ്റ് നേറ്റൽ കെയർ, ചൈൽഡ് ബർത്ത് ഫെസിലിറ്റീസ്, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. 0 മുതൽ 3 വയസ്സുള്ള കുട്ടികൾക്ക് നഴ്സറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മുതൽ 6 വയസ്സുള്ള കുട്ടികൾക്ക് 0 മുതൽ 3 വയസ്സ് വരെ കൃഷയും പിന്നെ തൊട്ടിലാകുന്നത്. പിന്നെ 3 തൊട്ട് 6 വയസ്സ് വരെയുള്ളവർക്ക് നഴ്സറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വിമൻ പ്രിസണേഴ്സ് ആയതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ചും പുറത്തും റേപ്പ് അറ്റംപ്റ്റോ ഫിസിക്കൽ അബ്യൂസോ ഒക്കെ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ കൗൺസിലിങ്ങിനുള്ള ക്ലാസ്സസ് ഉണ്ട്. സെക്ഷൽ അസോൾട്ട് ആൻഡ് മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് ദെയർ ഡിപ്പെൻഡൻസ് ഔട്ട്സൈഡ് ദ പ്രിസൺ. അതുപോലെ തന്നെ പ്രിസണിന് പുറത്തുള്ള അവരുടെ റിലേറ്റീവ്സുമായിട്ട് കോൺടാക്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ഹെൽത്ത്, ഇതും കൂടുതലായിട്ടും എന്താണ്, ഫീമെയിലിന് വേണ്ടിയിട്ടാണ്. ഹൈജീൻ സൂക്ഷിക്കാൻ, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന്. പിന്നെ അതുപോലെ ലേഡി ഡോക്ടർ ആയിരിക്കും, കാരണം റേപ്പ് വിക്ടിംസും ഒക്കെ കൂടുതലായതുകൊണ്ട് ലേഡി ഡോക്ടറിനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഡൊമസ്റ്റിക് അബ്യൂസിനൊക്കെ എതിരായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ മെഡിക്കൽ കെയർ ഒക്കെ പ്രഗ്നന്റ് വുമണിന് കിട്ടുന്നുണ്ട്. അടുത്ത വിസിറ്റിംഗ് റൈറ്റ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നു. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളവർക്ക് കത്തെഴുതാൻ സഹായിക്കുന്നുണ്ട്. കത്തിൻ്റെ എണ്ണം ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് പ്രിവെൻറ്റഡ്, അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തടയുന്നു. ക്ലോസ് കോൺടാക്ട് വിത്ത് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് മേക്ക് റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇൻറ്റഗ്രേഷൻ ഇൻ ദി സൊസൈറ്റി ഈസിയർ. ഹെൽപ്പിംഗ് എയ്ഡ് ഇൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഇല്ലിറ്ററേറ്റ്. നോ ലിമിറ്റ്സ് ഓൺ നമ്പർ ഓഫ് ലെറ്റേഴ്സ് റിസീവ്ഡ് ബൈ വിമൻ പ്രിസണേഴ്സ്. സ്പെഷ്യൽ വെയിറ്റിംഗ് റൂം ഫോർ വിസിറ്റേഴ്സ് ടു എൻകറേജ് വിസിറ്റേഴ്സ്. വിസിറ്റിംഗ് റൂം സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? വിസിറ്റേഴ്സിന് വേണ്ടി അവരുടെ എൻകറേജ്, വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചൈൽഡ് കെയർ ഇൻ പ്രിസൺ, അഡ്വക്കേറ്റ് ക്ലീൻ ആൻഡ് ഹൈജീൻ സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് മദറിനും ചിൽഡ്രനും കൊടുക്കണം. അതുപോലെ തന്നെ ബർത്ത് ഇൻ പ്രിസൺ ഷാൾ ബി രജിസ്റ്റേർഡ് ഇൻ ലോക്കൽ ബർത്ത് രജിസ്ട്രേഷൻ ഓഫീസ്. ബർത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യണം. എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചൈൽഡ് ഇൻ പ്രിസൺ. പ്രിസണിലുള്ള കുഞ്ഞിന് എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇതിൽ റൈറ്റ്സ് ടു ഹെൽത്ത്, വിസിറ്റിംഗ് റൈറ്റ്സ്, ചൈൽഡ് കെയർ ഇൻ പ്രിസൺ ഒക്കെ വിമൻ പ്രിസണേഴ്സിൻ്റെ റൈറ്റ്സ് ആണ് എടുത്തു പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? റൈറ്റ്സ് അഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ടോർച്ചർ ഇൻ പ്രിസൺ, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് ടു സ്പീഡി ട്രയൽ, റൈറ്റ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ, റൈറ്റ് ടു വിസിറ്റേഷൻ നീഡ്സ്, ഫ്രീഡം ഫ്രം ഫിസിക്കൽ റെസ്ട്രിക്ഷൻസ്. അപ്പം റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സ് എന്ന ചോദ്യം വരുവാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നോട്ട്സ് ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ടു ഫ്രീഡം ഫ്രം ഫിസിക്കൽ റെസ്ട്രെയിൻസ്. ഓക്കെ, റൈറ്റ് ടു വിസിറ്റേഷൻ നീഡ്, പ്രോപ്പർ ടൈം അണ്ടർ പ്രോപ്പർ റെസ്ട്രിക്ഷൻസ് ആണ് ബാക്കി ഇവിടെ ഉണ്ട്. റൈറ്റ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ, റൈറ്റ് ടു സ്പീഡി ട്രയൽ, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് അഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ടോർച്ചർ ഇൻ പ്രിസൺസ്, റൈറ്റ്സ് ഓഫ് വിമൻ പ്രിസണേഴ്സ്, right to health, visiting rights, child care in prison. All the very best. Thank you.